കാല് തുറക്കാൻ എന്തെങ്കിലും കൊടുത്താണ്. എന്തായിക്കണോ നോക്കട്ടെ. ഇതാണ് അലൻ കൃഷ്ണ ദഫ്മുട്ടിലൂടെ വൈറലായിക്കൊണ്ട് അമ്പലത്തിൽ തൊഴുതുകൊണ്ട് തന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു വിശ്വാസത്തെ മാനിച്ച ഈ കുഞ്ഞു കൃഷ്ണനാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നബിദിന സമയങ്ങളിലൊക്കെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇത്തരം കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അലൻ കൃഷ്ണയിലൂടെ ലോകം കണ്ടത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ കഴിഞ്ഞ നബിദിനം നാടാകെ വളരെ സന്തോഷത്തോടു കൂടി പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു. പക്ഷേ കേരളത്തിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം ഇതൊന്നും അത്ര പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ജാതി മത ഭേദമന്യേ ഞാൻ പറഞ്ഞതുപോലെ നബിദിനം കടന്നു വരുന്ന റാലികൾ നടന്നു വരുന്ന വഴികളിലെല്ലാം തന്നെ അമ്പല കമ്മിറ്റികളും അതുപോലെ തന്നെ മറ്റ് ഹൈന്ദവ സംഘടനകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളും എല്ലാം തന്നെ കുട്ടികളെ സ്വീകരിക്കുന്നവരും അവർക്ക് പായസം കൊടുക്കുന്നതും എല്ലാം വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഏതായാലും ഇത് കേരളത്തിലെ ആദ്യത്തെ അനുഭവമൊന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഞാനിവിടെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇത്തരത്തിൽപ്പെട്ട വീഡിയോ കാണുമ്പോൾ കുരുപൊട്ടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ തായെല്ലാം സ്ഥിരമായിട്ട് അത്തരത്തിൽപ്പെട്ട ചില കമൻറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത്. മൂന്ന് ചെറിയ വീഡിയോകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അലൻ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, ചെറിയ ഒരു കുട്ടിയാണ്. അവന് ദഫ് മുട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞതിന് ശേഷം അവർ ഇക്കാക്കമാരെ കാണുന്നു, അവരായിട്ട് സംസാരിക്കുന്നു. അതുപോലെ അതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം ദഫ് മുട്ടുന്ന ഒരു പരിപാടി, അത് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് നബിദിനം നടന്നു പോകുന്ന വഴികളിൽ കുട്ടികളുടെ ഷൂസിൻ്റെ മുകളിൽ ചളി പുരണ്ട സമയത്ത് ഒരു ഹൈന്ദവ സഹോദരി വീട്ടിൽ നിന്ന് മുണ്ടെടുത്ത് കൊണ്ടുവന്ന് തുടച്ചു കൊടുക്കുന്ന ഒരു സന്തോഷകരമായ ഒരു നിമിഷം. ഈ രണ്ട് നിമിഷങ്ങളും നിങ്ങൾ കണ്ടതിന് ശേഷം മൂന്നാമത്തെ ഒരു തോന്നിവാസം കൂടി നിങ്ങൾ കാണണം. തട്ടമൊക്കെ ഇട്ട ഒരു സഹോദരി ഹൈന്ദവർ ഇട്ട ഒരു പൂക്കളം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിച്ചു. അത് വളരെ ചെറ്റത്തരമാണ്, മോശമാണ്, അങ്ങേയറ്റം തീർച്ചയായിട്ടും അധിക്ഷേപിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ് അത് കാണിച്ചത്. ഒരു മതത്തിനെയും നിന്ദിക്കാൻ നമ്മുടെ ഒരു മതവും നമ്മെ പഠിപ്പിക്കുന്നില്ല. ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നമുക്ക് ആദ്യമായിട്ട് ആ സഹോദരി ഈ നബിദിനം കടന്നു പോകുന്ന വഴികളിൽ കുട്ടികളുടെ ഷൂ തുടച്ചു കൊടുക്കുന്ന ആ വീഡിയോൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കാല് തുറക്കാൻ എന്തെങ്കിലും കൊടുത്താണ്. എന്തായിക്കണോ നോക്കട്ടെ. ഓണപ്പൂക്കളം ഇല്ല തുറച്ചോ. ഇതാ ഇന്ന തുറച്ചോ അതാ ഓന്റെ കാല്. എല്ലാരെയും വയ്ക്കുള്ളേ ഒരു മുട്ടുത്തിരുന്നിക്കാണ്. നമ്മളെ റോഡ് ഇങ്ങനെ ഇല്ലേ. അപ്പൊ എല്ലാവർക്കും നബിദിന ഓണാശംസകൾ. ചേച്ചി പടി ഓണപ്പൂ ആണല്ലേ. കഴിഞ്ഞു നബിദിന ഓണാശംസകൾ. ഓക്കെ. അപ്പോൾ എത്രമാത്രം സ്നേഹമാണ്, നമ്മുടെ സാഹോദര്യമാണ് നമ്മുടെ നാട് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ കുട്ടികൾ കടന്നു പോകുന്ന വഴികളിൽ നിങ്ങൾക്കറിയാം, ദഫ് മുട്ടുന്ന സമയത്ത് മുട്ടുകാലിൽ നിന്നുകൊണ്ട് അവർ ദഫ് മുട്ടുകയാണ്. ആ സമയത്ത് റോഡ് മുഴുവൻ ചളിയാണ്, മഴയാണ്. ആ സമയത്ത് കുട്ടികൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന സമയത്ത് അവർക്ക് അയക്കാകുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ആ ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചി ഇതൊന്ന് തുടയ്ക്കാൻ എന്തെങ്കിലും ഒന്ന് തരുമോ എന്ന് ചോദിക്കും. ചേച്ചി അവിടെ കിട്ടിയ തോർത്തുമുണ്ടെടുത്ത് ഓടി വന്നിട്ട് ആ കുട്ടികളുടെ കാല് തുടച്ചു കൊടുക്കുന്ന വളരെ സന്തോഷകരമായ ഒരു നിമിഷം. ഒരു അമ്മയാണ്, ആ അമ്മയ്ക്ക് തീർച്ചയായിട്ടും കുട്ടികളുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കും. ആ വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾക്ക് കണ്ടു കാണാൻ വേണ്ടി സാധിക്കും. പൂക്കളം ഇട്ട് വെച്ചിട്ടുണ്ട്. അവർ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദഫ് മുട്ടി വരുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഓടി മുന്നോട്ട് വന്നിട്ട് അവർക്ക് കൈകൊടുക്കാൻ കാണിക്കുന്ന ആ സ്നേഹം, അതാണ് കേരളം. തീർച്ചയായിട്ടും നിങ്ങൾ എത്ര ആൾക്കാർ വിചാരിച്ചാലും അതൊന്നും പെട്ടെന്ന് ഈ കേരളത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. അലൻ കൃഷ്ണ എന്ന് പറയുന്ന ഒരു മോൻ്റെ വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാഹോദര്യം കാണിക്കാൻ വേണ്ടി മാത്രമല്ല. അലൻ കൃഷ്ണ എന്ന് പറയുന്ന ഈ മകന് വളരെ സന്തോഷമാണ്, വളരെ ഇഷ്ടമാണ് ദഫ് മുട്ടാനും അതുപോലെ തന്നെ ഇത്തരം പരിപാടികളെല്ലാം പങ്കെടുക്കാൻ. അങ്ങനെ ചേട്ടന്മാരോട് പറഞ്ഞ് ചേട്ടന്മാർ മദ്രസയിൽ പോയിട്ട് കമ്മിറ്റിക്കാരോടെല്ലാം പറഞ്ഞിട്ട് അനുവാദം വാങ്ങി അവിടെ നിന്ന് പഠിച്ച് ഒരു വർഷത്തെ പ്രാക്ടീസിന് ശേഷമാണ് അവൻ ദഫ് മുട്ടിയത്.
അവൻ്റെ ഒരു സ്നേഹം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവൻ്റെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ വീടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വിഷയമാണ്. ഏതായാലും ഈ വീഡിയോ കൊടുക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ മകൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട് നമ്പർ അടങ്ങിയ ഒരു നമ്പർ തീർച്ചയായിട്ടും ഞാനിവിടെ കൊടുക്കാം. അത് ഗൂഗിൾ പേ നമ്പറാണ്. നിങ്ങൾക്കതിൽ വിളിച്ചിട്ട് അന്വേഷിച്ച് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കണം. തരത്തിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ നമ്മുടെ നാട്ടിന് വരും കാലങ്ങളിൽ അഭികാമ്യമാണ്, ആവശ്യമാണ്. കാരണം ജാതി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അവൻ എൻ്റെ ജാതി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നബിദിന റാലിയേക്ക് ദഫ് മുട്ടാൻ വേണ്ടിയിട്ട് ആ മകൻ വരുന്നത്. ഇത്തരത്തിലുള്ളപ്പെട്ട ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. വിശ്വാസം എല്ലാം വേണം. അതുപോലെ തന്നെ അന്യമതസ്ഥരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവരോട് സ്നേഹം പങ്കിടാനും എല്ലാം കഴിയണം. അത് തന്നെയാണ് ഈ സാഹോദര്യം, മതേതരത്വം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആ മകൻ്റെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതാണ് അലൻ കൃഷ്ണ ദഫ്മുട്ടിലൂടെ വൈറലായിക്കൊണ്ട് അമ്പലത്തിൽ തൊഴുതുകൊണ്ട് തന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു വിശ്വാസത്തെ മാനിച്ച ഈ കുഞ്ഞു കൃഷ്ണനാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നബിദിന സമയങ്ങളിലൊക്കെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇത്തരം കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അലൻ കൃഷ്ണയിലൂടെ ലോകം കണ്ടത്. ഇത്തരത്തിലുള്ള കുട്ടികൾ ഒരു പ്രചോദനമായി മുന്നോട്ട് വരട്ടെ. ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാല് അലൻ കൃഷ്ണ ഇപ്പോഴും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്നതാണ്. എന്റെ പേര് അലൻകൃഷ്ണ KP. എന്റെ വീട് ഇവിടെ കടത്താണ്. എല്ലാ കൊല്ലവും നബിദിനത്തിന് റാലി പോകുമ്പോ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ദഫിനുണ്ടാവണമെന്ന്. അങ്ങനെ ഞാൻ ഈ കൊല്ലം എന്ത് ചെയ്ത് ദഫ് പഠിപ്പിക്കുന്ന കാക്കമാരോട് ചോദിച്ച് എടുക്കുമെന്ന്. അപ്പൊ അവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇവന്റെ പ്രായമുള്ള എല്ലാ ആൾക്കാരും കളിക്കുന്നുണ്ട്. പൊതുവെ ദഫിലും സ്കൗട്ടിലും ഫ്ലവർ ഷോയിലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോ ഇവനിക്ക് അത് കണ്ടപ്പോ ഭയങ്കര ആഗ്രഹം. ഇവനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ഇവന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ എതിർപ്പ് ഉണ്ടാവും എന്നുള്ളതിൽ. ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി ചോദിച്ച സമയത്ത് വീട്ടുകാർക്ക് അതിലേറെ സന്തോഷമായിരുന്നു. വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ മദ്രസയില് ഉസ്താദുമാര് കമ്മിറ്റിക്കാരൊക്കെ അവരെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരും നല്ല പോസിറ്റീവ് അഭിപ്രായം തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയ വീഡിയോ ആണ്. ഇത്തരം അലൻകൃഷ്ണന്മാരൊക്കെ ഉള്ള കാലത്തോളം കേരളത്തിലൊന്നും വർഗീയതയൊന്നും വിലപ്പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത്തരം കുട്ടികളൊക്കെ വളർന്നു വരട്ടെ. ഭാവി വാഗ്ദാനങ്ങളായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇവരെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ആ നമ്പർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളാരും മറക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ച ശേഷം നിങ്ങൾക്ക് സഹായം ചെയ്യാവുന്നതാണ്. കഴിയുന്നതിൻ്റെ ഒരു ചെറിയ സംഖ്യ നിങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കൊരു വീടുണ്ടാകും. അവൻ്റെതായ പാർപ്പിടത്തിൽ കിടന്നുറങ്ങാനുള്ളൊരു ആഗ്രഹം അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ സൈഡിൽ കൊടുക്കുന്നത്. ഇന്ന് മറ്റൊരു ചിത്രം, വളരെ സങ്കടം തോന്നിയ വൃത്തികെട്ട ഒരു പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ തെരുവീതികളിൽ ആരോ ഇട്ട പൂക്കളം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ഒരു തട്ടമിട്ട ഒരു കുട്ടിയാണ്. കണ്ടാലൊരു മുസ്ലിം കുട്ടിയാണെന്നൊക്കെ തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രവർത്തനം ആരുടെ ഭാഗത്ത് നിന്നായാലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പക്ഷെ പലപ്പോഴായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൽപ്പിച്ചു കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതാരാണ് എന്ന് ഏതായാലും പിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരടക്കം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇത്തരത്തിൽപ്പെട്ട പ്രവർത്തനം ആരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും ഒരിക്കലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ കേരളം എന്ന് പറയുന്നത് ഈ വർഗീയതയ്ക്ക് എവിടെയും യാതൊരു സ്ഥാനവുമില്ല. മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, എല്ലാവരും മതസഹോദര്യം കാത്തു സൂക്ഷിക്കുകയും അന്യരുടെ പരിപാടികളെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അപ്പുറത്തൂടി മാറിപ്പോയാൽ മതി. ഒരു പ്രശ്നവും അവിടെ ഇല്ല. ആ സ്ഥലങ്ങളെല്ലാം ഉണ്ടായിട്ടും എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ കുട്ടികൾ ആ പോയിട്ടിരിക്കുന്നത്. 1-2 മണിക്കൂറൊന്നും ആയിരിക്കില്ല. അത്രയും കഷ്ടപ്പാട് അതിൻ്റെ പുറകിലുണ്ട്. നിങ്ങളൊരു സെക്കൻഡ് സമയം കൊണ്ട് നിങ്ങളത് അലങ്കോലമാക്കി പോയപ്പോൾ കുട്ടികളുടെ മനസ്സ് വേദനിച്ച് കാണും. ഏതായാലും ആ വേദനിച്ച മനസ്സിനൊപ്പം ഞങ്ങളും ചേരുകയാണ്. ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ കേരളത്തിലെ ഒരു മതനിരപേക്ഷ കക്ഷിയും അതുപോലെ തന്നെ സ്നേഹിക്കുന്നവരും തയ്യാറാവില്ല എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും അഭിപ്രായവും. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഇത്തരത്തിൽപ്പെട്ട പരിപാടികളൊന്നും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ വേണ്ടി പാടില്ലാത്തതാണ്. അറസ്റ്റ് ചെയ്ത് നിയമപ്രകാരം കിട്ടുന്ന ശിക്ഷ ആ സഹോദരിക്ക് വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.